15ാമത്തെ സെക്ഷൻ ശിക്ഷകൾ. ഏതൊരാളാണോ തെറ്റായ വിവരം നൽകിയത്, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഫയൽ ചെയ്തത്, അല്ലെങ്കിൽ ജാതി അഥവാ ഗോത്ര സംബന്ധിച്ച തന്റെ പദവി സംബന്ധിച്ച് സാരവത്തായ വിവരങ്ങളോ അല്ലെങ്കിൽ പ്രസക്തമായ തെളിവുകളോ മറച്ചു വെച്ചത്. 1. തെറ്റായ വിവരം നൽകിയത്. 2. തെറ്റായ പ്രസ്താവന ഫയൽ ചെയ്തത്. 3. ജാതി അഥവാ ഗോത്ര സംബന്ധിച്ച് തന്റെ പദവിയെ സംബന്ധിച്ച് സാരവത്തായ തെറ്റായ വിവരങ്ങൾ നൽകിയത് അല്ലെങ്കിൽ മറച്ചു വെച്ചത്. ഡി. മറ്റേതെങ്കിലും കൃത്രിമമായ മാർഗത്തിലൂടെ ഒരു സാമുദായിക സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചത്. അയാൾ കുറ്റസ്ഥാപനത്തിന് മേൽ 6 മാസത്തിൽ കുറയാത്തതും എന്നാൽ 2 വർഷം വരെ ആകുന്നതുമായ കാലയളവിൽ കഠിന തടവും 1000 രൂപ പിഴ 1000 രൂപയിൽ കുറയാത്ത പിഴ ശിക്ഷയും നൽകുന്നതാണ്. എന്താ പറഞ്ഞത്? 6 മാസത്തിൽ കുറയാത്ത എന്നാൽ 2 വർഷം വരെ ഉള്ള കഠിന തടവും 1000 രൂപയിൽ കുറയാത്ത പിഴയും. ഏത് വർഷത്തിലെ? 1996 1000 രൂപയാണ്. കാലാനുസൃതമായ പരിഷ്കരണം ഉണ്ടായിട്ടില്ല. അപ്പോ ഇവിടെ നമുക്ക് ഉന്നയിക്കാൻ പറ്റുന്ന, സംഘടനകൾക്ക് ഉന്നയിക്കാൻ പറ്റുന്ന ഒരു പ്രധാന മുദ്രാവാക്യമുണ്ട്. എന്താണ്? തെറ്റായ വിവരം നൽകി തെറ്റായ ജാതി രേഖ സമ്പാദിച്ച ആളിന് നൽകുന്ന പിഴയും തടവ് ശിക്ഷയും കാലോചിതമായി വർദ്ധിപ്പിക്കണം എന്നൊരു ഡിമാൻഡ് ഉന്നയിക്കാൻ ഇവിടെ ഒരു അവസരമുണ്ട്. ഇത് അവസരം ഉണ്ടെങ്കിൽ ഡിമാൻഡ് ഉന്നയിക്കണമെങ്കിൽ ഈ വിഷയം അറിയാവുന്ന ആളായിരിക്കും. ഇല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ കയ്യിൽ നിന്ന് പോകും. എന്നാൽ കോടതിക്ക് വിധിന്യായത്തിൽ മതിയായതും പ്രത്യേകവുമായതും കാരണത്താൽ രേഖയിൽപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞ അളവിലുള്ള ശിക്ഷ നൽകാവുന്നു. അതിന്റെ 2ാമത്തെ ഉപവകുപ്പ് 15ന്റെ 2ാമത്തെ ഉപവകുപ്പ് 9ാം വകുപ്പിൻ കീഴിൽ ഒരു അന്വേഷണ വിചാരണയിൽ വിദഗ്ധ ഏജൻസിക്കോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾക്ക് കീഴിൽ ഒരു അന്വേഷണ വിചാരണയിൽ ഒരു സൂക്ഷ്മപരിശോധനാ കമ്മിറ്റിക്കോ, എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ വിദഗ്ധ ഏജൻസിക്കോ അല്ലെങ്കിൽ സൂക്ഷ്മപരിശോധന കമ്മിറ്റിക്കോ തന്റെ ജാതി അഥവാ ഗോത്ര പദവി സംബന്ധിച്ച് വ്യക്തിപരമായ വിവരങ്ങൾ തെറ്റായി നൽകിയാൽ, അല്ലെങ്കിൽ തന്റെ ജാതി അല്ലെങ്കിൽ ഗോത്രപദവി സംബന്ധിച്ച് വ്യക്തിപരമായ വിവരങ്ങളോ തെളിവുകളോ ശേഖരിക്കുന്നതിൽ നിന്നും വിദഗ്ധ ഏജൻസിയോ സൂക്ഷ്മപരിശോധന കമ്മിറ്റിയോ തടയുന്നത് മുഖേന അന്വേഷണ വിചാരണ നടപടികൾക്ക് തടസ്സം വന്നാൽ, അല്ലെങ്കിൽ അന്വേഷണ വിചാരണ നടപടികൾക്ക് വിഫലമാകുന്നതിന് വേണ്ടി തടസ്സം നിന്നാൽ, അങ്ങനെ ശ്രമിച്ചാൽ, അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയാൽ ഏതൊരാൾക്കും 3 മാസത്തിൽ കുറയാത്ത എന്നാൽ 6 മാസം വരെയാകുന്ന കാലയളവിൽ കഠിന തടവ് നൽകാവുന്നതാണ്. 3 മാസം മുതൽ 6 മാസം വരെ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനോ അതിന് വിഘാതം സൃഷ്ടിക്കുന്നോ ആൾക്ക് ശിക്ഷ നൽകാവുന്നതാണ്. ആർക്ക് നൽകാവുന്നതാണ്? വിദഗ്ധ ഏജൻസിക്ക്, സൂക്ഷ്മപരിശോധനാ കമ്മിറ്റിക്ക്, അപ്പീൽ അധികാരിക്ക് ഒക്കെ ഈ ശിക്ഷ നൽകാവുന്നതാണ്. 1000 രൂപ ഫൈനും ഈടാക്കാവുന്നതാണ്. അത് എവിടെയാ പറയുന്നേ? 15ലെ 2ാമത്തെ ക്ലോസിലാണ് പറയുന്നത്. സെക്ഷൻ 15ലെ ക്ലോസ് 2. സെക്ഷൻ 15ൽ 2 ക്ലോസുകളുണ്ട്. 1 കുറ്റം ചെയ്തയാൾ, 2 വിചാരണ തടസ്സപ്പെടുത്തുന്നത്. ഓക്കെ. 15A. അപ്പോ 15ന്റെ 2ാമത്തെ ഭാഗത്തിൽ പറയുന്നത് അന്വേഷണം തടസ്സപ്പെടുത്തിയ ആൾക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. കുറ്റം ചെയ്തയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? 15ലാണ്. ആ 15(1) 15(2). 15ന് 2 ഉപവകുപ്പുകളുണ്ട്. 1 കുറ്റം ചെയ്തയാളെ ശിക്ഷിക്കുന്ന ഉപവകുപ്പ്, 2 അന്വേഷണം തടസ്സപ്പെടുത്തുന്ന ആളെ ശിക്ഷിക്കുന്ന ഉപവകുപ്പ്. ഓക്കെ.